ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഹോൾ വീഡിയോ ഖത്തറിലുള്ളവർക്ക് യൂസ്ഫുൾ ആവും, നാട്ടിലുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ഖത്തറിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഈ രണ്ട് ഷോപ്പും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പ്സാണ് കേട്ടോ. ഖത്തറിൽ അങ്ങനെ ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് സംഗതികൾ കിട്ടുന്ന ഷോപ്പ്സ് ഞാൻ കണ്ടിട്ടില്ല. ഈ രണ്ട് ഷോപ്പ്സ് ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഷോപ്പ് വരുന്നത് ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അത് ലുലുവിൻ്റെ തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ. ഖത്തറിൽ മദീനത്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് ഈ ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ ഉള്ളത്. അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട്, അതായത് 1 റിയാൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഉള്ളത്. ഒരു 1 റിയാൽ 2 റിയാൽ 3 റിയാൽ അങ്ങനെയൊക്കെ തുടങ്ങി ഒരു 20-25 റിയാലിൻ്റെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. പല റേറ്റിൻ്റെ ഉണ്ട്. എനിക്ക് ചെന്ന് കണ്ടിട്ട് എന്തെടുക്കണം എന്ന് അറിയണില്ല. നമുക്കെല്ലാം എടുക്കണം എന്ന് തോന്നും. നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും കേട്ടോ. പക്ഷേ ഇത് ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ വയ്ക്കാനും സ്ഥലമില്ല. പിന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് അടുക്കളകളൊക്കെ ഭയങ്കര കുഞ്ഞ് കിച്ചണുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ വയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ ഞാൻ നിന്നില്ല കേട്ടോ. വളരെ കുറച്ച് സംഗതികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കിച്ചണിലേക്കുള്ളതും വീട്ടിലേക്കുള്ളതും അല്ലാണ്ട് എനിക്ക് വാങ്ങിയ അലർജിയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഖത്തർ പൊതുവേ ഇതുപോലുള്ള GCC കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ കേട്ടിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കലെയാണ് ഈ രണ്ട് ഷോപ്സിനെ പറ്റി അറിഞ്ഞത് കേട്ടോ. ഇതെന്തായാലും ഇവിടെ തുടങ്ങിയത് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലേക്കൊക്കെ ടോയ്സ് വാങ്ങിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ആക്സസറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്ന രണ്ട് ഷോപ്സാണ് കേട്ടോ. രണ്ടാമത്തെ ഷോപ്പ് വരുന്നത് 1 to 20 ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെൻറ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അത് വരുന്നത് മത്തർഖദീമിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, മത്തർഖദീം ആ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിക്കാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര മെസ്സാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതായത് സ്ഥലങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ലോട്ടിൽ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ബോയുടെ ഇതിലാണ് വരുന്നത്, ബോ ആയിട്ടാണ് വരുന്നത്. ക്ലിപ്പാണ് കേട്ടോ സംഭവം. നമുക്കിത് ഹെയർ ഫുള്ള്, അതായത് ഇങ്ങനെ ഹെയർ എടുത്ത് ടൈ ചെയ്ത് വെക്കാം. അതായത് ലൂസ് ഹെയറിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോണിറ്റെയിൽ ലോ പോണിറ്റെയിൽ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് വെറും 2.75 റിയാലാണ് റേറ്റ്. ഇത് ശരിക്കും ഒരു ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇവിടുത്തെ റേറ്റ് നല്ല നാട്ടിലത്തെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ. ഇതിന് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇതുപോലത്തെ സ്റ്റോൺ പോലത്തെ സംഗതികളൊക്കെ കണ്ടോ, ഇതുപോലത്തെ സ്റ്റോൺ പോലത്തെ സംഗതികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാത്രമല്ല ഭയങ്കര അഫോർഡബിൾ ആണ്. പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് ഈ ഒരു ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടെമൂന്നോ അല്ലെങ്കിൽ ഷീന്നൊക്കെയാണ് ഓർഡർ ചെയ്യാറ്. കാരണം ഇവിടെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ലുലുവിലൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത്ര റേറ്റ് തോന്നുന്നത്. ഇവിടെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അത് ഭയങ്കര റേറ്റ് ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ അവിടുത്തെ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതും നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ അതിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു റേറ്റൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇവിടുത്തെ റേറ്റ് കുറവ് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ യൂഷ്വലി ടെമൂന്നാണ് വാങ്ങിക്കാറ് കേട്ടോ, അല്ലെങ്കിൽ ഷീന്ന്. അപ്പോൾ ഇങ്ങനെ ഷോപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അറിയാത്തവർക്കും കൂടി അറിയിച്ചൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനത്തെ ക്ലിപ്പാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഹെയർ ടൈയുടെ സെറ്റാണ്. ഇതിനകത്ത് 4 ഹെയർ ടൈസ് ആണ് വരുന്നത്. ഒരു എന്താ പറയുക, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, പിന്നെ ഒരു ക്രീം ഷെയ്ഡ്, ബ്ലാക്ക്, പിന്നെ ഡാർക്ക് ബ്രൗൺ, അങ്ങനെ 4 ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിനകത്ത് ഇതുപോലെ പേൾസ് വരുന്നുണ്ട് കേട്ടോ. പേൾസ് മാത്രമല്ല കുഞ്ഞു സ്റ്റോൺസും വരുന്നുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് ടൈറ്റ് ആയിട്ടിരിക്കുമോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് കണ്ടെടുത്തോളം ഇതിൻ്റെ ഈ ഇലാസ്റ്റിക് അത്യാവശ്യം നല്ല ടൈറ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇതുപോലെ തന്നെ പേൾസ് ഇല്ലാതെയും അതുപോലെ പല വെറൈറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 5 റിയാലാണ് എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യണ്ട, അതാണ് നല്ലത്. 5 റിയാൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഒരു ഒരെണ്ണത്തിന് ഒരു 30-40 രൂപ ഒക്കെ വരും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് വരുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വീണ്ടും ഒരു ഹെയർ ടൈഡ് തന്നെ സെറ്റാണ് കേട്ടോ. മൾട്ടി ഷെയ്ഡ്സാണ് വരുന്നത്. പിങ്ക്, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, പിന്നെ വേറൊരു പിങ്ക്, യെല്ലോ അങ്ങനത്തെ ഷെയ്ഡിലൊക്കെയാണ് ഇത് വരണത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ഹെയർ ടൈ ആണ്. പക്ഷേ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണത്തിന് 5 രൂപയാണ് കേട്ടോ.
നാട്ടിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ റേറ്റ് ഇതിന് 1 റിയാലാണുള്ളൂ ഈ 6 എണ്ണത്തിന്. അതായത് ഒരു 23 രൂപ അത്രയ്ക്കാണ് വരണുള്ളൂ. 6 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഷെയ്ഡിൻ്റെ ആണെങ്കിലും വേറെ കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമ്പോൾ പ്രിൻ്റുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ടൈ ആണ് എടുത്തത്. ഒരു സെറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ. അപ്പോൾ ഇനി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇനി വാങ്ങിക്കാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഒരു സെറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് വാങ്ങിക്കാനും സമയം കിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങളൊരു 10-11 മണിക്ക് അവിടെ എത്തിയപ്പോൾ പിന്നെ 12 മണിക്ക് ഞങ്ങളുടെ ക്ലോസ് ചെയ്യുന്നു തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച് പോയതല്ല, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ നമുക്ക് സമയമില്ലായിരുന്നു. എനിക്ക് കുറേ സെക്ഷനിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഓടി പടഞ്ഞ് എന്തൊക്കെയോ വാങ്ങി, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കൊന്നും എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ. ഇനി പോകുമ്പോൾ വേണം ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് എത്തി നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു നോർമൽ ഇങ്ങനെ എന്താ പറയുക, നല്ല തളുക്കുളുക്കു സംഭവമാണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 100 റിയാലോ അങ്ങാണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് ഇടാനും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു പർച്ചേസ് ഇതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഞാനിങ്ങനെ ഹെയർ ടൈ സെക്ഷനിൽ വാങ്ങിയിട്ടുള്ളൂ. കമ്മലുകളൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഇതാണ് കമ്മലുകളൊക്കെ എനിക്ക് ചേട്ടനോടെ ടെമൂന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹോൾ വീഡിയോ എന്തായാലും ഇതിന് ശേഷം വരും. അപ്പോൾ കമ്മലും ഞാൻ നോക്കിയില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളൂ. ഇനി ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു വാഷിംഗ് ലിക്വിഡ് ഡിസ്പെൻസർ അങ്ങനെ പറയാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീഷോയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടെമൂലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. മീഷോയിലും ഉണ്ടാവാനാണ് സാധ്യത. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സാധനത്തേക്ക് നമ്മുടെ ലിക്വിഡ് വരും. അങ്ങനെ അപ്പോൾ ഈ സംഭവത്തേക്ക് അതിൻ്റെ ലിക്വിഡ് ആവുമല്ലോ. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇനി കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. നാട്ടിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഇവിടെ ടെമൂലൊക്കെ കാണുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കാറുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതായിരുന്നു അടുത്തൊരു പർച്ചേസ്. ഇതിന് ഒരു 3-4 റിയാലും കണ്ട റേറ്റ് വന്നുള്ളൂ. പക്ഷേ ഇത് തന്നെ സെയിം സംഭവം തന്നെ നമ്മൾ വേറെ ഷോപ്പിൽ നോക്കിയപ്പോൾ 7-8 റിയാലിനൊക്കെ ഇത് കണ്ടിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ അടുത്തൊരു പർച്ചേസ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ബാസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഇതിന് വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു പീച്ച് ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എടുത്തത്. ഇത് ഞാൻ വാങ്ങിയത് കയ്യിലുകളൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ. അതായത് തടിത്തടി, സ്പാച്ചുല അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്പൂൺസ് ഇട്ട് വെക്കാനാണ് വാങ്ങിയത്. ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബ്രഷ് വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വാങ്ങിയത് എൻ്റെ കുറച്ച് തടിത്തവികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആണിത് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റും ഈ പറഞ്ഞ പോലെ 3-4 റിയാലാണ് ആയത്. എക്സാക്ട് റേറ്റ് ഞാൻ ഓർമ്മയില്ല കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ്. ഇത് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു ടിന്നാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഞാനിത് വാങ്ങിയത് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ 4 റിയാലും കണ്ടായിരുന്നു റേറ്റ്. എല്ലാത്തിനും അതെ കേട്ടോ. ഒരു 5 റിയാലിനൊക്കെ താഴെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് വീണ്ടും ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബ വാങ്ങിയിരുന്നു. ഇപ്പോൾ അരിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചിപ്സോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 6-7 റിയാൽ അങ്ങോട്ടായിരുന്നു. ഇതിൻ്റെയും റേറ്റ് കുറേ സൈസിലുള്ളതുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗമാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസ് എടുത്തു. പിന്നെ ഞാൻ ലോട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇതുപോലത്തെ ഗ്ലാസ് ജാർ. ഇത് ഒരെണ്ണത്തിന് 3 റിയാലാണ് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലിഡ് ഇതുപോലത്തെ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഒരു ലിഡാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിയത് കേട്ടോ. ഇതിന് കുറച്ചുകൂടി ചെറിയ സൈസ് മതിയായിരുന്നു. പക്ഷേ ചെറിയ സൈസ് ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഇത് ഞാൻ നോക്കിയപ്പോൾ ആകെ 3 റിയാലേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് വാങ്ങി. ഇതിൻ്റെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ജാറുകൾ. ഭയങ്കര അഫോർഡബിൾ ആണ് ഗ്ലാസ് ജാറുകളൊക്കെ. 3 റിയാലൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് വരുന്നത് കേട്ടോ. പിന്നെ വാങ്ങിയത് ഇങ്ങനത്തെ ഒരു നമ്മുടെ ടോയ്ലറ്റ് ബ്രഷാണ് കേട്ടോ. ഇത് 2.75 റിയാലാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പ്ലേറ്റ് റാക്കാണ് കേട്ടോ. ഇതാണ് സംഭവം. നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ നല്ല ഭംഗിക്ക് തന്നെ നീറ്റായിട്ട് വെക്കാനായിട്ട് പറ്റുന്ന ഒരു റാക്കാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ സ്പൂൺ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ അറേഞ്ച് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഇതും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിന് 19 റിയാലായിരുന്നു റേറ്റ്. 19 റിയാലിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. സ്റ്റീലാണ് ഇത് വരുന്നത്. ഇവിടെയൊക്കെ ഒരു തരം പ്ലാസ്റ്റിക്കോ വുഡോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ താഴെയായിട്ട് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ
പ്ലേറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീഴാണെങ്കിൽ ഈ ട്രേയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവമാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ഒരു സ്പൂൺ ഹോൾഡറും വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്ലേറ്റ്സ് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോർണർ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഏതെങ്കിലും കോർണറിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. നമുക്ക് കിച്ചണിൻ്റെ ഒക്കെ കോർണറിൽ വെക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും നമ്മുടെ പൊടികളോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റുന്ന ഒരു കോർണർ സ്റ്റാൻഡാണ് കേട്ടോ. ഇതും 20 റിയാൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് റേറ്റ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലോട്ടിൽ നിന്ന് വാങ്ങിയ ഐറ്റംസ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഷോപ്പിൻ്റെ കാര്യം, 1 to 20 റിയാലിൽ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഷോപ്പ്. അവിടെ നിന്ന് വാങ്ങിയ ഒരു സംഭവമാണ് ഈ ഒരു ജാർ കേട്ടോ. ഇത് 5 റിയാലും കണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇത് പിങ്ക് സോൾട്ടാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബക്കറ്റും കപ്പും അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടു. അതൊക്കെ ഒരു 5-6 റിയാലൊക്കെയാണ് വരുന്നുള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. അതൊക്കെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത കാരണം കൊണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് വാങ്ങിയ വേറൊരു സംഭവമാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബ്രഷും വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന ഒരു സംഭവം വരുന്നുണ്ട്. നമുക്ക് വാളിൽ ഇത് ഡബിൾ സൈഡ് ടേപ്പായിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം. പിന്നെ ഞാൻ ആ ഒരു ഷോപ്പിൽ തന്നെ ചെരുപ്പൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത കാരണം കൊണ്ട് അതൊക്കെ പുറത്ത് കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഈ 2 ഷോപ്പിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതെന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖത്തറിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ 2 ഷോപ്പ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.